ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബോഡി കെയറിനെ പറ്റിയിട്ടാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ബോഡി കെയർ ചെയ്യാതിരുന്നിട്ടുള്ള ആളായിരുന്നു. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, സ്കിന്നിലുണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഡെലിവറിക്ക് ശേഷം അത് കുറച്ച് കൂടുതലായിട്ട് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ദേഹവും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെല്ലാ വീഡിയോസിലും എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനലിറ്റിക്സിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഭൂരിഭാഗം പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നത് എല്ലാ വീഡിയോസിലും. അപ്പോൾ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളിൽ പലരും, ഇപ്പം ഞാനടക്കം എൻ്റെ ബോഡി ഒട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ദേഹത്ത് നമ്മൾ എന്താ പറയുക, ഒരു തരത്തിലുള്ള പ്രൊഡക്ട്സും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഫേസ് മാത്രമാണ് എപ്പോഴും നന്നായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ തന്നെ കുറേ സ്കിൻ പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കിൻ പ്രോബ്ലംസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കൈയിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഡാർക്ക് കളറായിട്ട് വന്നു. അതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ ഭയങ്കര ഡ്രൈ ആയി, ഒട്ടും സോഫ്റ്റ് അല്ലാതെ പോലെയൊക്കെ ആയി കേട്ടോ. ഇങ്ങനെ ആയിരുന്നില്ല, ഇത്രയും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, നല്ല കറുപ്പായിരുന്നു കേട്ടോ. അതുപോലെ ഇവിടെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ കൂടെയൊക്കെ ഒരു ചെറിയ രീതിയിൽ എനിക്ക് കറുപ്പ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുതുകത്ത് എന്താ പറയുക, കറുത്ത കുത്തുകളുണ്ടല്ലോ, അതുപോലെ കൈയിൻ്റെ ഇവിടെയൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അണ്ടർ ആംസ് ഭയങ്കരമായിട്ട് കറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് മാറ്റിയെടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു സ്ക്രബ് ഉണ്ടെങ്കിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മൾ എന്തിനാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് എല്ലാം പോയി എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഡെഡ് സെൽസ് പോകുമ്പോഴാണ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുള്ളൂ. ഡെഡ് സെൽസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് ഒരു പ്രൊഡക്റ്റും അബ്സോർബ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്രബ് വാങ്ങിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബോഡിയിൽ ഒരു സ്ക്രബ് വാങ്ങിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട്, പാരബൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നമ്മളെ സ്കിന്നിന് പ്രശ്നങ്ങൾ വരാത്ത രീതിയിലുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കൊരു നല്ല പ്രൊഡക്റ്റ് കിട്ടിയത്. നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള, കെമിക്കൽ ഫ്രീ, പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു നല്ല പ്രൊഡക്റ്റ് കിട്ടി. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി കേട്ടോ. നല്ല റിസൾട്ട് പറഞ്ഞാൽ 100% റിസൾട്ട് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ അണ്ടർ ആംസിലുള്ള ഡാർക്ക്നെസ് എല്ലാം കുറഞ്ഞു, സ്കിന്ന് ഭയങ്കര സോഫ്റ്റായി. അങ്ങനെ കുറേ മാറ്റങ്ങൾ, എനിക്ക് ഉള്ള പല പ്രോബ്ലംസും ഇതുവഴി എനിക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ വേദിക് നാച്ചുറൽസിൻ്റെ വാട്ടർമെലൺ സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാട്ടർമെലൺ സ്ക്രബിൽ വോൾക്കാനോ സാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തുള്ള ഫുള്ളായിട്ടുള്ള ഡെഡ് സെൽസും പോകാനായിട്ട് ഈ ഒരു സ്ക്രബ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ ഇ ഓയിലുണ്ട്, പിന്നെ ഗ്ലിസറിൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചില സ്ക്രബുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇ ഓയിൽ ഉള്ളത് കൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ മിനറൽ ഓയിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്ന്, ഗ്ലിസറിൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്ന് ഒട്ടും ഡ്രൈ ആക്കില്ല എന്ന് മാത്രമല്ല ഭയങ്കര സോഫ്റ്റ് ആക്കുകയും ചെയ്യും. പിന്നെ നല്ലൊരു സൂത്തിങ് മണമാണ് കേട്ടോ, ഇതിന് പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു മണമാണ് നമ്മുടെ വാട്ടർമെലൻ്റെ. പിന്നെ ഇതിൽ വാട്ടർമെലൻ സീഡ് ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം നന്നായിട്ട് പോയി നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു വാട്ടർമെലൻ ബോഡി സ്ക്രബ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളതെന്നും അതുപോലെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്ക്രബ് ഞാൻ ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യാറില്ല, ആഴ്ചയിൽ 2 തവണയാണ് കേട്ടോ ഞാൻ ഈ സ്ക്രബ് യൂസ് ചെയ്യുന്നത്.
100% ഓർഗാനിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് ഞാൻ ചൂസ് ചെയ്തപ്പോൾ മെയിനായിട്ട് നോക്കിയത് അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ അല്ലാത്ത പ്രൊഡക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു അങ്ങനെ എന്നെ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു വാട്ടർമെലൺ ബോഡി സ്ക്രബ്. അപ്പോൾ ഇത് എന്താ പറയുക, നന്നായിട്ട് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പം ഞാൻ ഇത് എൻ്റെ അണ്ടർ ആംസിലും അതുപോലെ നമുക്ക് തൊടയുടെ സൈഡിലായിട്ട് ഭയങ്കര കറുപ്പ് കളറ് നല്ല മുരുമുരുന്നനെയുള്ള സ്കിന്നായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു വാട്ടർമെലൺ സ്ക്രബ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മുഖത്തെ സ്കിന്ന് മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ ദേഹം മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കിന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഞാൻ പല വീഡിയോസിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ 9th മന്തൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു സുഖം നമുക്ക് തോന്നും. എൻ്റെ സ്കിന്നൊക്കെ മുന്നേ തൊടുമ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെ തൊടുമ്പോൾ ഭയങ്കര മുരുമുരാന്നായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മുട്ടിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റായി. പിന്നെന്താ ആ കറുപ്പൊക്കെ ഒന്ന് പോയി. അതുപോലെ എൻ്റെ അണ്ടർ ആംസിലുള്ള കറുപ്പ് പോയി. പിന്നെ മുതുകത്ത് നമുക്ക് ഈ ഒരു സ്ക്രബ് ആരെങ്കിലും പുരട്ടി തരാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കാരണം മുതുകത്തായിരിക്കും നമ്മുടെ ഇങ്ങനെ തരതരത്തിനുള്ള കുരുകൾ അതുപോലെ പാടുകൾ അതൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ അത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സംഭവമാണ് ഈ ഒരു വാട്ടർമെലൺ ബോഡി സ്ക്രബ്. അപ്പോൾ ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ മെൻഷൻ ചെയ്യാം നമ്മുടെ സ്ക്രീനിൽ. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. മൈൽഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ ആണ് ഇത് തരുന്നത്. അങ്ങനെ കുറേ ഹാർഡായിട്ടുള്ളൊരു എക്സ്ഫോളിയേഷനൊന്നുമല്ല, മൈൽഡ് എക്സ്ഫോളിയേഷൻ ആണ്. അപ്പം നമുക്ക് ഒരു 3 ദിവസം ആഴ്ചയിൽ 3 ദിവസം വേണമെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു തിക്നെസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ എന്താ പറയുക, ഈ വോൾക്കാനോ സാൻഡ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നല്ല അടിപൊളി മണമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് നല്ലൊരു അടിപൊളി മണമാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഒരു മണം നിൽക്കുന്നുണ്ട്. ഞാൻ കുളിച്ചതിന് ശേഷവും ഈ ഒരു മണം എൻ്റെ ദേഹത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു മണമാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഇത് 2 വട്ടമാണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ പോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 വട്ടം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എവിടുന്നൊക്കെയാണ് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ബോഡി സ്ക്രബ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ദേഹത്തിന് ഒരു കേടുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ, സീ യു.